അപ്പൊ അറിഞ്ഞില്ലേ? സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അങ്ങനെ അത് അവസാനിച്ചു. അതേതായാലും നന്നായി. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. അവനെ നമ്മൾ അടപടല പൂട്ടും. ഇപ്പോൾ നിഹാദിന്റെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് യൂട്യൂബിന് നൽകുകയായിരുന്നു. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. കഴിഞ്ഞ കാലയളവിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ വഴി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ താൻ ജയിലിൽ കിടക്കും. ഈ കേസെടുത്തതിന് പിന്നാലെ ഈ തൊപ്പി ഒളിവിൽ തുടരുകയാണ്. ഇയാൾ ഈ മൂച്ചിന് സാറിന്റെ കൈ കിട്ടിയാൽ പോലീസ് ഇടിച്ച് പൾപ്പാക്കും. ഇപ്പോൾ ഈ നിഹാദിനെതിരെ തൊപ്പിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. എന്തായാലും നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് കോടതിയിൽ എതിർത്തിട്ടുണ്ട്. അപ്പൊ തൊപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ തൊപ്പി എന്ന നിഹാദിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് അറിയില്ല. എന്റെ പൊന്നു, വല്ല കാര്യമുണ്ടോ? തൊപ്പി വെച്ച് നല്ല കാര്യമൊക്കെ ചെയ്തിരുന്നെങ്കിൽ വല്ല ഇതേപോലെ ഒളിച്ചു നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഇതേപോലെ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോയോണ്ടല്ലേ ഉള്ള യൂട്യൂബും പോയി. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ. തോളിലിരുന്ന് ചെവി തിന്നരുതെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. എന്റെ ചെവി തിന്നെ ഞാൻ ആരെയും സമ്മതിക്കില്ല.